ഹായ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്ലാം ഗോഡസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോണ പ്രവൃത്തി നിങ്ങൾക്ക് കാണണോ? കണ്ടല്ലോ, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ഒന്നിനും പറ്റില്ല ഗായ്സ്. പഴുത്ത് കഴിഞ്ഞാൽ ഇതിൽ നിറച്ച് പുഴുക്കളാണ്. ഇതിൻ്റെ പരിപാടികൾ കണ്ടോ കേട്ടോ. ഇതാണ് പരിപാടി. നമ്മളെ കല്ലിലേക്ക് ഇടുക, നല്ലോണം ചതച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പിന്നെ ലാസ്റ്റ് ഇടുന്നവർക്ക് കാണിച്ചു തരുന്നത് ജസ്റ്റ് മാങ്ങ മാത്രമാണ് ചതച്ചെടുക്കുന്നത്. അപ്പുറത്ത് മാങ്ങനെ കുത്തിക്കൊല്ലുന്ന സമയം കൊണ്ട് നമുക്ക് നല്ല ചുവന്നമുളക് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തൊലിയോ അല്ല ഞെട്ടിലോടെയാണ് ഞാൻ ഇട്ടത്. ഞെട്ടിൽ വേണമെങ്കിൽ നമുക്ക് കളഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഞെട്ടിലോട് കൂടി. അതായത് മുളക് നല്ല ചൂടാണെങ്കിലും ഇതിൻ്റെ ഞെട്ടിൽ നല്ല തണുപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഞെട്ടിലൊക്കെ കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് അതിനിട്ടിട്ട് നന്നായി ചതച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. എന്നിട്ട് കാണിക്കാം. അപ്പം നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനത് നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് ഇതും കൂടി നമ്മൾ ചതച്ചെടുക്കണം. വലിയ റിങ് മാങ്ങയായിരുന്നു കേട്ടോ. അത് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഒന്നും കൂടില്ല. അപ്പോൾ അത് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. അപ്പോൾ ഫ്രണ്ട്സിനെ ഒന്ന് കാത്തിക്കാനുള്ള ഒരു ക്ഷമ അപ്പം എനിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ചട്ടി നമ്മളൊന്നും മാറ്റി കൊടുത്തു. ഇത് ചെറിയ ചട്ടിയായിരുന്നു. മാങ്ങ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അത് ചട്ടിയൊക്കെ ഒന്ന് മാറ്റി ലെവലാക്കിട്ടോ. ഇതും കൂടി ചതച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മളെ സംഭവമായത്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ, നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി കൈ വെച്ചിട്ടാണ് മിക്സിങ് നടക്കുന്നത്. ഓ ഇപ്പം തന്നെ സഹിക്കാൻ വയ്യ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ തോന്നും. കാരണം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. മാങ്ങ അധികം പുളിയില്ലാത്തത് എടുക്കണം കേട്ടോ. എന്നാൽ ചെറിയ പുളി വേണേലും ആ ഒരു രൂപത്തിലുള്ള മാങ്ങയാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതാ കണ്ടല്ലോ, നമ്മളെ മാങ്ങ ഇടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി നമ്മളൊരു മുളകിൻ്റെ കഷ്ണമൊക്കെ കൂട്ടിയിട്ടാ. പറയാതൊക്കെ മതി കേട്ടോ. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.